ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലുള്ള യോഗ്യകർത്തയിലെ സുൽത്താന്റെ കൊട്ടാര കോംപ്ലക്സിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. രാജകുമാരൻ കുടുംബസമേതം വസിക്കുന്ന കൊട്ടാരമാണിത്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി. പഴയകാലത്ത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും സുൽത്താൻ കുടുംബത്തിൽപ്പെട്ടവരുടെ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അധികാര ചിഹ്നങ്ങൾ ധരിച്ച് രാജകീയ വേഷത്തിലിരിക്കുന്ന സുൽത്താന്റെ ചിത്രമാണിത്. സുൽത്താൻ ഹാമങ്കുബുവോണോ പത്താമൻ, രാജ്ഞി ഹെമാസ്. മൂത്ത രാജകുമാരി പെൻബായൂൻ ആയിരിക്കും ഹാമങ്കുബുവോണോ പത്താമനു ശേഷം യോഗ്യകർത്തയുടെ ഗവർണർ സ്ഥാനത്തെത്തുക. സുൽത്താന് 5 പെൺമക്കളാണെന്നതാണ് കാരണം. ഞാൻ ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി. ഇന്തോനേഷ്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രവിശ്യകളിലെയും എല്ലാം ഗവർണർമാർക്ക് അധികാരത്തിലിരിക്കുന്നതിന് നിശ്ചിത കാലയളവുണ്ട്. എന്നാൽ യോഗ്യകർത്തയുടെ ഗവർണറായി വരുന്ന സുൽത്താന് അത്തരത്തിലൊരു പരിധി നിർണയിച്ചിട്ടില്ല. രാജഭരണകാലത്തെന്ന പോലെ സുൽത്താൻ ആഗ്രഹിക്കുന്ന കാലമത്രയും ഇവിടെ ഭരണത്തലവനായി തുടരാം. സാധാരണഗതിയിൽ മരണം വരെയും ഗവർണർ പദവിയിലിരിക്കുന്നതാണ് ഇവിടുത്തെ പതിവ്. ഇന്തോനേഷ്യ റിപ്പബ്ലിക്കായ ശേഷം യോഗ്യകർത്തയിൽ ഗവർണറാകുന്ന 3ാമത്തെ സുൽത്താനാണ് ഇപ്പോൾ അധികാരത്തിലുള്ള ഹാമങ്കുബുവോണോ പത്താമൻ. പ്രിൻസ് പാലസിന്റെ വിശാല സമുച്ചയത്തിൽ നിന്നും ഗൈഡിനൊപ്പം പുറത്തേക്ക് നടക്കുകയാണ് ഞാൻ. ഒട്ടേറെ കെട്ടിടങ്ങൾ. എങ്കിലും തിരുവിതാംകൂറിന്റെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെയൊന്നും ഗാംഭീര്യം ഇവിടുത്തെ കൊട്ടാരക്കെട്ടുകൾക്ക് കാണുന്നില്ല. നടന്നെത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ സുൽത്താന്റെ പിതാവും യോഗ്യകർത്ത സ്പെഷ്യൽ റീജന്റെ 2ാമത്തെ ഗവർണറുമായിരുന്ന ഹാമങ്കുബുവോണോ 9ാമൻ ഉപയോഗിച്ചിരുന്ന വസ്തുവകകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്കാണ്. സംഭവബഹുലമായിരുന്നു പ്രസിഡന്റ് സുഹാർത്തോയുടെ ഭരണകാലം. അക്കാലത്ത് അദ്ദേഹത്തിന്റെ വലംകൈയായി പ്രവർത്തിച്ചയാളാണ് ഹാമങ്കുബുവോണോ 9ാമൻ. സുഹാർത്തോയുടെ കീഴിൽ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്നു കുബുവോണോ. അതിഗംഭീരമായി അലങ്കാരപ്പണികൾ നടത്തിയ ഒരു കെട്ടിടം. സുൽത്താൻ ഓഫീസിൽ ഉപയോഗിച്ചിരുന്ന മേശകസേരകൾ, അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതി ചിഹ്നങ്ങൾ, അദ്ദേഹം അതിഥികളെ സ്വീകരിച്ചിരുന്ന മേശയും ഇരിപ്പിടങ്ങളും എല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടെ ഒരുക്കി വച്ചിരിക്കുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുന്ന കെട്ടിടങ്ങളുടെ ഉൾഭാഗം ഈ വിധം കൊത്തുപണികളും ചായക്കൂട്ടുകളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. നെതർലൻഡിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഹാമങ്കുബുവോണോ 9ാമൻ സംഘർഷഭരിതമായ ഒരു കാലത്ത് യോഗ്യകർത്ത ഭരിച്ചയാളാണ്. 1940-ലായിരുന്നു അദ്ദേഹത്തിന്റെ കിരീടധാരണം. 2ാം ലോകമഹായുദ്ധം, ജപ്പാന്റെ അധിനിവേശം, ജാപ്പനീസ് പടയുടെ പിന്മാറ്റം, സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, ഡച്ച് ഭരണത്തിന്റെ അന്ത്യം, ഇന്തോനേഷ്യൻ റിപ്പബ്ലിക്കിന്റെ രൂപീകരണം എന്നിവയെല്ലാം ഉണ്ടാവുന്നത് 9ാം സുൽത്താന്റെ കാലത്താണ്. സുൽത്താന്റെ പ്രത്യേക കമ്പങ്ങളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വസ്തുവകകളിൽ നിന്നും വ്യക്തമാണ്. ഇതാണ് 9ാം സുൽത്താന്റെ ഛായാചിത്രം. ഗോൾഫ് കളിയിൽ കേമനായിരുന്നു കുബുവോണോ 9ാമൻ. അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളാണ് ഈ ചില്ലുകൂടുകളിലുള്ളത്. അദ്ദേഹം ഇന്തോനേഷ്യയുടെ വൈസ് പ്രസിഡന്റായിരുന്ന കാലത്തെ ചിത്രമാണ് ഇത്. യോഗ്യകർത്തയുടെ സുൽത്താനും ഗവർണറുമായിരിക്കുമ്പോൾ തന്നെ 1949 മുതൽ 51 വരെയും 1953-ലും ഇന്തോനേഷ്യയുടെ പ്രതിരോധ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കുബുവോണോ 9ാമൻ. 9ാം സുൽത്താന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന കെട്ടിടത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി. സുൽത്താന്റെ ഫിനാൻസ് ഓഫീസാണ് ഇടതുവശത്ത് ഇക്കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ ടീ ഓഫീസ്. സുൽത്താന്റെ വൈൻ ഹൗസ് ആണ് മറ്റൊരു കെട്ടിടം. ഇങ്ങനെ പല പല കെട്ടിടങ്ങൾ. വലിയൊരു മുറ്റത്തിനു ചുറ്റുമായാണ് കെട്ടിട നിരകൾ. പാലസ് കോംപ്ലക്സിലെ പല നടുമുറ്റങ്ങളിൽ ഒന്നാണിത്. ഇന്തോനേഷ്യയെ ആധുനികതയിലേക്ക് നയിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു സുൽത്താൻ കുബുവോണോ 9ാമൻ. 9ാം സുൽത്താന്റെ കാലത്തെ ഊട്ടുപുരയുടെ സമീപത്തേക്കാണ് ഇപ്പോൾ നടന്നെത്തുന്നത്. അതിനു മുന്നിലെ ഈ വിളക്കുകാലുകളെല്ലാം പോളണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്.
ഇതാണ് ഊട്ടുപുര. വിശേഷാവസരങ്ങളിലും മതപരമായ ആഘോഷവേളകളിലുമാണ് ഇവിടെ സദ്യ നടന്നിരുന്നത്. അന്ന് വിദേശികൾ, സുൽത്താൻ കുടുംബത്തിലെ അംഗങ്ങൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം ഭക്ഷണത്തിനിരിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു. എത്രയോ പ്രമുഖർ സുൽത്താന്റെ ആതിഥ്യം സ്വീകരിച്ചിരുന്ന ഹാൾ തന്നെയാവാം ഇത്. സംഗീത മണ്ഡപത്തിനരികിലൂടെ സുൽത്താന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യ വസതികളുള്ള ഭാഗത്തുനിന്നും ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. സംഘർഷഭരിതമായ ഒരു കാലത്ത് യോഗ്യകർത്തയെ ഭരിച്ചവരാണ് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെയും ഇവിടെ വസിച്ചിരുന്ന സുൽത്താൻമാർ എന്ന് പറയാം. ഡച്ചുകാർ ജാവയുടെ ഭരണം പിടിച്ചതിനു ശേഷമാണ് യോഗ്യകർത്തയുടെ 1-ാം സുൽത്താൻ ഈ കൊട്ടാരം പണിയുന്നത്. പ്രധാന കൊട്ടാരക്കെട്ടുകൾക്ക് പുറത്തുള്ള സംഗീതശാലയിലേക്കാണ് ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത്. ഇവിടെ ഗാമലിൻ എന്ന സംഗീത പരിപാടി തുടങ്ങിയിരിക്കുന്നു. കസേരകളിൽ ടൂറിസ്റ്റുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ടൈലുകളിട്ട് മനോഹരമാക്കിയ ഒരു മണ്ഡപം. അതിന്റെ ഒരു ഭാഗത്ത് മുഴുവൻ കലാകാരന്മാർ നിരന്നിരിക്കുകയാണ്. ബുഫേ ടേബിളിൽ ഭക്ഷണപാത്രങ്ങൾ നിരത്തിയിരിക്കുന്നത് പോലെയുണ്ട് വാദ്യങ്ങളുടെ കാഴ്ച. ഇന്തോനേഷ്യയിലെ ജാവ, ബാലി ദ്വീപുകളിൽ പ്രചാരത്തിലുള്ള സംഗീത ഉപകരണങ്ങളാണ്. പല ശ്രുതികളിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന തളികകൾ പോലുള്ള ഉപകരണങ്ങൾ. കെമ്പുൾ ഗോങ് എന്നാണ് ഇതിന്റെ പേര്. എത്രയോ നൂറ്റാണ്ടുകളായി ജാവയിലും ബാലിയിലും പ്രചാരത്തിലുള്ള സംഗീതമാണ് ഗാമലിൻ. പാരമ്പര്യത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും എല്ലാം ചിഹ്നങ്ങൾ ഗാമലിൻ കച്ചേരിയിൽ കാണാം. പത്ത് മുതൽ 60 വരെ ആളുകൾ ചേർന്നാണ് ഗാമലിൻ അവതരിപ്പിക്കുന്നത്. ഇരുമ്പ്, പിച്ചള, ഓട് എന്നിവ കൊണ്ട് പല ശ്രുതികളിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന കെമ്പുൾ ഗോങ് തന്നെയാണ് ഗാമലിനിലെ പ്രധാന ഉപകരണം. സൈലോഫോൺ, മുളകൊണ്ട് നിർമ്മിച്ച ഫ്ലൂട്ട്, റബാബ് എന്ന ബോ ഉപയോഗിച്ച് വായിക്കുന്ന തന്ത്രിവാദ്യം എന്നിവയെല്ലാം ഗാമലിന്റെ ചേരുവകളാണ്. നമ്മുടെ ഡോലക് പോലെ കൈകൾ കൊണ്ട് കൊട്ടുന്ന തുകൽ വാദ്യങ്ങളുമുണ്ട്. കെണ്ടാങ് എന്നാണ് ഇതിനു പേര്. ഇതിനെല്ലാം പുറമെ ഒരു സംഘം ഗായികമാരുമുണ്ടാകും ഗാമലിൻ സംഘത്തിൽ. സിൻഥൻ എന്നാണ് ഗാമലിൻ ഗായികമാർ അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയുടെ പാരമ്പര്യ പ്രതീകമായ ഗാമലിൻ കുറച്ചുനേരം ഞാൻ കണ്ടുനിന്നു. ഒരേ തരത്തിലുള്ള വേഷങ്ങൾ അണിഞ്ഞിരുന്നാണ് കൊട്ടാരം കലാകാരന്മാർ പരിപാടി അവതരിപ്പിക്കുന്നത്. മിക്കവരുടെയും അരപ്പട്ടയിൽ ചെറിയൊരു വാൾ തിരികെ വെച്ചിരിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള ഉറയിലാണ് വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. സായിപ്പുമാരായ സഞ്ചാരികൾക്ക് ഗാമലിൻ സംഗീതം കൗതുകം പകരുന്ന കാഴ്ചയല്ല. ഞാൻ സംഗീത മണ്ഡപത്തിന് ചുറ്റുമൊന്ന് നടന്നു. ഗാമലിൻ ഉപകരണങ്ങളുടെ വൈവിധ്യവും സംഗീതജ്ഞരുടെ രീതികളും മനസ്സിലാക്കാനായി തന്നെയാണ് നടത്തം. ഗ്യാങ്സ എന്നാണ് മെറ്റലോഫോൺ വിഭാഗത്തിൽപ്പെട്ട ഈ ഉപകരണത്തിന്റെ പേര്. പല ശ്രുതികളിലുള്ള ലോഹപ്പാളികളിൽ ചുറ്റിക അടിച്ചാണ് ഇതിൽ നാദം പുറപ്പെടുവിക്കുന്നത്. ഇരുമ്പുകൊണ്ടോ ഓടുകൊണ്ടോ നിർമ്മിച്ച ലോഹബാറുകളാണ് ഗ്യാങ്സയിലുള്ളത്. എത്രയോ വർഷങ്ങളായി സുൽത്താന്റെ കൊട്ടാരം കലാകാരന്മാരാണ് ഇവരെല്ലാം. ഒരു കലാപ്രകടനം എന്നതിലുപരി യാന്ത്രികമായ ചലനങ്ങളാണ് ഓരോ കലാകാരനിലും കാണാനാവുന്നത്.
ഒരു ഗാനം കഴിഞ്ഞു. ഇനി അല്പം വിശ്രമവേളയാണ്. യോഗ്യകർത്തയുടെ സുൽത്താൻ കൊട്ടാരത്തിൽ കലാവിഭാഗത്തിലും അംഗരക്ഷക സേനയിലും ഉദ്യോഗം ലഭിക്കുന്നവർക്ക് റിട്ടയർമെന്റ് എന്നൊന്നില്ല എന്നതാണ് കൗതുകകരമായ പ്രത്യേകത. അവർക്കിത് ആജീവനാന്ത ജോലിയാണ്. കാഴ്ചക്കാരും തെല്ലൊരു വിരസതയിലാണെന്ന് തോന്നുന്നു. മുറ്റത്ത് നല്ല വെയിലായതിനാൽ അല്പനേരം പാട്ട് കേട്ട് തണലിലിരിക്കാം എന്ന ചിന്തയിലാണ് ഇവരെന്ന് തോന്നിപ്പോകുന്നു. അടുത്ത സംഗീതം ആരംഭിക്കുകയായി. കുറേയേറെ ഉപകരണങ്ങളുണ്ട്. ഗോങ്ങുകൾ തന്നെ പലത് വലിയ സ്റ്റാൻഡുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഓരോ ശ്രുതിയിലും ട്യൂൺ ചെയ്ത് നിർമ്മിച്ചതാണ് ഇവയോരോന്നും. ബുഫേ ടേബിളിൽ മൂടിവെച്ച പാത്രങ്ങൾ പോലുള്ള ഈ ഉപകരണം ബോനാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു തൽപ്പത്തിൽ 8 മുതൽ 16 വരെ ഗോനാങ്ങുകൾ നിരത്തിവെച്ചിട്ടുണ്ടാവും. ചില ഉപകരണങ്ങൾ മരച്ചുറ്റിക കൊണ്ട് മുട്ടിമീട്ടുന്നു. മറ്റു ചിലതാകട്ടെ തുണിചുറ്റിയ മരദണ്ഡുകൾ കൊണ്ടാണ് മീട്ടുന്നത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇവിടെ ഒരു വൃദ്ധനും അയാളുടെ കൊച്ചുമകനാണെന്ന് തോന്നുന്ന ഒരു ബാലനും ഇരിപ്പുണ്ട്. ബാലനും പരമ്പരാഗത വേഷത്തിൽ തന്നെയാണ്. ഗ്യാംലിൻ സംഗീതത്തിലെ വിദ്യാർത്ഥിയായിരിക്കാം. കലാകാരന്മാർ ഇരിക്കുന്ന വേലിക്കെട്ടിന് പുറത്താണ് ഇവരുടെ സ്ഥാനം. വൃദ്ധൻ കൊച്ചുമകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓമനത്വമുള്ള ഒരു ബാലൻ. സുൽത്താന്റെ കൊട്ടാരത്തിൽ വരും കാലത്ത് ഗ്യാംലിൻ അവതരിപ്പിക്കുന്ന സംഘത്തിൽ ഇവനും അംഗമാകുമായിരിക്കും. സംഗീതം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഇവരുടെ ഇരിപ്പ് എനിക്ക് ഹൃദ്യമായ ഒരു ദൃശ്യമായി. ഗ്യാംലിൻ തുടരുകയാണ്. പക്ഷേ എനിക്കിവിടെ അധികനേരം നിൽക്കാനാവില്ല. അടുത്ത കാഴ്ചകളിലേക്ക് യാത്ര തുടരേണ്ടതുണ്ട്. നിരന്നിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് പിന്നിലൂടെ സംഗീതമൊഴുകുന്ന മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ് ഞാൻ. യോഗ്യകർത്തയുടെ ഇപ്പോഴും അധികാരമുള്ള സുൽത്താൻ വസിക്കുന്ന കൊട്ടാരം. ജനാധിപത്യം വരുന്നതിനു മുൻപ് ചെയ്തിരുന്നത് പോലെ തന്നിഷ്ടപ്രകാരം ഖജനാവിലെ പണം ചിലവഴിക്കാൻ ഇന്ന് സുൽത്താന് കഴിയില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിസഭയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. സ്റ്റേറ്റിന്റെ തലവൻ സുൽത്താനാണെങ്കിലും ഇന്ന് ഭരണഘടനാപരമായ ഒരു പദവി മാത്രമാണത്. യോഗ്യകർത്തയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ തലവനും സുൽത്താനാണ്. 18-19 നൂറ്റാണ്ടുകളിൽ സുൽത്താനെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് യോഗ്യകർത്തയിലെ പ്രജകൾ കണ്ടിരുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സാമുദായികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ യോഗ്യകർത്തയിൽ മതസൗഹാർദ്ദം പുലർന്നിരുന്നു എന്നത് സുൽത്താന്റെ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുസ്ലിം, ഹിന്ദു, ബുദ്ധമത വിശ്വാസികൾ ഇടകലർന്നു ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് യോഗ്യകർത്ത. ഈ 3 മതങ്ങളുടെയും സംരക്ഷകനാണ് സുൽത്താൻ എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. കൊട്ടാര കവാടത്തിൽ കൗതുക വസ്തുക്കളും മറ്റും വിൽക്കുന്ന നിരവധി കച്ചവടക്കാരെ കാണാം. ധാരാളമായി ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണല്ലോ. കച്ചവടക്കാരെ പിന്നിട്ട് പുറത്തേക്ക് നടക്കുകയാണ്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാറുമായി ഡ്രൈവർ സുപ്രിയ അന്തോ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശമാകെ സുൽത്താൻ പാലസും അതുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓൾഡ് യോഗ്യകർത്തയാണിത്. പണ്ട് കൊട്ടാരത്തിനു ചുറ്റുമായാണ് പട്ടണം വ്യാപിച്ചു കിടന്നിരുന്നത്. ഡച്ചുകാരുടെ വരവോടെയാണ് പുതിയ നഗരഭാഗങ്ങൾ വികസിച്ചു തുടങ്ങിയതെന്ന് ചരിത്രം. കച്ചവടത്തിനായി എത്തിയ ഡച്ചുകാർ തങ്ങൾക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരമ്പരാഗത തൊഴിലാളികളെ ഉൾഗ്രാമങ്ങളിൽ നിന്നും പട്ടണത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പണിശാലകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു. ങ്ങാസം എന്ന മാർക്കറ്റ് ഏരിയയിലൂടെയാണ് ഇപ്പോൾ കാർ പോകുന്നത്. ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി മാർക്കറ്റുള്ള സ്ഥലമാണ് ങ്ങാസം. അടുത്തതായി ആ ബേർഡ് മാർക്കറ്റ് കാണാനാണ് എൻ്റെ തീരുമാനം. പാതയുടെ ഇരുവശത്തും സൈക്കിൾ റിക്ഷകൾ നിരന്നു കിടക്കുന്നു. യോഗ്യകർത്തയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റ് തെരുവാണ് ങ്ങാസം.
ഇന്ത്യയിൽ നിന്നും അറബി നാടുകളിൽ നിന്നുമുള്ള കച്ചവടക്കാർ ഈ തെരുവിൽ കച്ചവടത്തിനായി എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ജാവാദ്വീപിലെ ഏറ്റവും സംസ്കാരസമ്പന്നമായ പ്രദേശമായിരുന്നു യോഗ്യകർത്ത. മദാരം രാജവംശവും മദാരം സുൽത്താനേറ്റും യോഗ്യകർത്തയുടെ ഖ്യാതി ജാവാദ്വീപിന് പുറത്തേക്കും വ്യാപിപ്പിച്ചവരാണ്. 18-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ ഹെമങ്കുബുവോണോ ഒന്നാമൻ കൊട്ടാരം പണിത് തന്റെ ആസ്ഥാനം ഇവിടേക്ക് മാറ്റിയതോടെയാണ് ഗാസം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ വികാസം ആരംഭിക്കുന്നത്. കൊട്ടാരം സേവകരും മന്ത്രിമാരും അവരുടെ കുടുംബങ്ങളും സൈനികരുമെല്ലാം കൊട്ടാരത്തിനു ചുറ്റുമുള്ള പ്രദേശത്ത് വാസമുറപ്പിച്ചതോടെ ഈ പ്രദേശം ഒരു പട്ടണമായി വളരുകയായിരുന്നു. എക്കാലത്തും വലിയ രാജഭക്തരായിരുന്നു യോഗ്യകർത്തയിലെ ജനങ്ങൾ. ബുദ്ധിസവും ശൈവ ഹിന്ദുയിസവും നിലനിന്ന യോഗ്യകർത്തയിൽ ഇന്ത്യയിൽ നിന്നും അറബി നാടുകളിൽ നിന്നുമെത്തിയ വണിക്കുകളാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. ഹൈന്ദവ വിശ്വാസികളായിരുന്ന രാജകുടുംബം തന്നെ ഇസ്ലാം മതത്തിലേക്ക് മാറിയപ്പോൾ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ആ പാത പിന്തുടർന്നു. കാർ ഒരു കവാടത്തിന് മുന്നിൽ ചെന്നു നിന്നു. പാസ്റ്റി അഥവാ പസാർ സത്വ ആൻഡ് തനമാൻ ഹിയാസ് യോഗ്യകർത്ത എന്ന വലിയൊരു ബോർഡ്. ബേർഡ് മാർക്കറ്റാണ് അത്. സൈക്കിൾ റിക്ഷക്കാരെ പിന്നിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. പണ്ട് ഗാസത്തിന്റെ പാതയോരത്ത് ഇരുവശത്തുമായാണ് യോഗ്യകർത്തയുടെ പക്ഷി മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. 2010-ലാണ് അത് ഈ വിധം പ്രത്യേകമായ ഒരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് നിരത്തിവച്ചിരിക്കുന്ന പക്ഷിക്കൂടുകളും പക്ഷികൾക്ക് തീറ്റ നൽകാനുള്ള പാത്രങ്ങളും പക്ഷിത്തീറ്റയുമെല്ലാമാണ്. പിന്നെയാണ് പക്ഷികളുള്ള കൂടുകളുടെ കാഴ്ചയിലേക്കെത്തുന്നത്. പലതരത്തിലുള്ള ആയിരക്കണക്കിന് പക്ഷികളുണ്ട് ഇവിടെ. എത്രയോ നൂറ്റാണ്ടുകളായി ജാവയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വളർത്തുപക്ഷികൾ. ജാവാദ്വീപിന്റെ പല ഭാഗങ്ങളിലും വളർത്തുപക്ഷികളുടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും വലുതാണ് ഗാസത്തിലെ മാർക്കറ്റ്. ഇന്തോനേഷ്യയിൽ തന്നെ ഏറ്റവും അധികം പക്ഷികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റ് ഇതാണ്. പക്ഷികളെ മാത്രമല്ല, പൂച്ച, പട്ടി, മുയൽ, അണ്ണാൻ, പ്രത്യേകതരം എലികൾ, ആമ, ഉടുമ്പ്, പാമ്പുകൾ എന്നിവയെയെല്ലാം ഈ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. എങ്കിലും പ്രധാന വിൽപ്പന വസ്തു പക്ഷികൾ തന്നെയാണ്. 100 കണക്കിന് കടകളുണ്ട് ഇവിടെ. ജാവയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുവിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് പക്ഷികളെ നൽകുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റ് കൂടിയാണ് ഇത്. ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു കാഴ്ചയുണ്ട്. കൂട്ടിലെ പക്ഷികൾക്ക് തീറ്റ നൽകുകയാണ് ഒരു സ്ത്രീ. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതുപോലെ കുഞ്ഞ് മരസ്പൂണിൽ തീറ്റയെടുത്ത് പക്ഷികൾക്ക് വായിൽ വെച്ചു കൊടുക്കുന്നു. ഇത്തരം 100 കണക്കിന് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ദിവസവും തീറ്റയും വെള്ളവും നൽകുക എന്നതുതന്നെ നല്ലൊരു ജോലിയാണ്. കൂടുകൾ മിക്കതും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷികൾ എന്നതുപോലെ ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പക്ഷിക്കൂട് വിപണിയും ഗാസത്തിലേതാണ്. വമ്പൻ കോഴിക്കൂടുകൾ മുതൽ ഒരു ചെറു കുരുവിക്കുള്ള കുഞ്ഞൻ കൂടുകൾ വരെ ഈ മാർക്കറ്റിൽ ലഭിക്കും. ജാവയിലെ പല ഗ്രാമങ്ങളിലെയും കുടിൽ വ്യവസായമാണ് ഈ പക്ഷിക്കൂട് നിർമ്മാണം. ധാരാളം ജോലിക്കാരുണ്ട് ബേർഡ് മാർക്കറ്റിൽ. വലിയ പണിയൊന്നുമില്ലാത്തതിനാൽ മിക്കവരും ഒരു വിശ്രമ മൂഡിലാണ്. ലോകയാത്രയിൽ മറ്റൊരു രാജ്യത്തും ഇത്തരമൊരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. ശതകോടികളുടെ കച്ചവടമാണ് ഗാസം ബേർഡ് മാർക്കറ്റിൽ ഓരോ വർഷവും നടക്കുന്നത്. 100 കൂടുകളിലായി ആയിരക്കണക്കിന് പക്ഷികൾ ബന്ധനസ്ഥരായി കിടക്കുന്നു. നാട്ടുകാർ ഓമനിക്കാനാണ് ഇവയെ വാങ്ങിക്കൊണ്ടു പോകുന്നതെങ്കിലും വാനിൽ ചിറകുവിടർത്തി പറക്കാനുള്ള സ്വപ്നങ്ങൾ തന്നെയാണ് ഈ കൂടുകളിൽ തടവിൽ കിടക്കുന്നത്. എന്നാൽ ഇന്തോനേഷ്യയിൽ ഇതിവർക്ക് പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. പക്ഷികൾ ഭാഗ്യം കൊണ്ടുവരുമെന്നും പിശാചുക്കളെ അകറ്റുമെന്നുമെല്ലാമാണ് ഇന്തോനേഷ്യൻ ജനതയുടെ വിശ്വാസം. ആഭിചാരക്രിയകൾക്കും മന്ത്രവാദത്തിനുമെല്ലാം ഇവിടെ പക്ഷികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വലിയൊരു പ്രദേശമാകെ പക്ഷി മാർക്കറ്റായി മാറ്റിയിരിക്കുന്നു. ആകെ 800 പക്ഷി വിൽപ്പനശാലകളുണ്ട് ഈ മാർക്കറ്റിൽ. പക്ഷിക്കൂടും തീറ്റയും മറ്റനുബന്ധ സാധനങ്ങളും വിൽക്കുന്ന കടകൾ വേറെ.
19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം മുതൽ ങ്ങാസം പ്രദേശത്ത് പക്ഷികളുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നെന്നാണ് ചരിത്രരേഖകൾ. 1809 ഒരു വിദേശി പകർത്തിയ ങ്ങാസം പക്ഷി മാർക്കറ്റിന്റെ ചിത്രം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ബെറിങ്കാർജോ എന്ന പ്രദേശത്ത് തമ്പടിച്ചിരുന്ന പക്ഷി വിൽപ്പനക്കാർ കൂട്ടത്തോടെ ങ്ങാസത്തിലേക്ക് മാറിയതോടെ 1960 ഇവിടം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ബേർഡ് മാർക്കറ്റ് ആയി എന്നതും ചരിത്രം. പക്ഷിച്ചന്തയുടെ പല വഴികളിലൂടെ കുറെ നടന്നു. പിന്നെ വീണ്ടും സുപ്രിയ അന്തോയുടെ കാറിൽ കയറി യാത്ര തുടരുകയാണ്. ലോകപ്രശസ്തമായ ബോറോബുദൂർ ക്ഷേത്രമാണ് എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം.